അച്ഛൻ പറയും, അച്ഛന് 12th എന്തോ പഠിക്കുന്ന സമയത്ത് അച്ഛനോട് ചോദിച്ചു 10 പൈസ വേണം ബസ്സിൽ പോകാൻ, റോഡെ പിടിച്ച് തല്ലിയെന്ന്. കാരണം 10 പൈസ കൊടുക്കാനാണ് ഇല്ല. സോ ഹൗ ഡേ യു അസ്യൂം ദാറ്റ് യു ആർ എൻറ്റൈറ്റിൽ ടു 10 പൈസ എന്നുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടിലാണ് അച്ഛൻ വളർന്നത്. സോ ഐ തിങ്ക് വെൻ യു സീ ബോത്ത് സൈഡ്സ് ഓഫ് ദാറ്റ് ഇക്വേഷൻ സംവെയർ ഇറ്റ് അഫക്ട്സ് യു. അപ്പോൾ അതാന്ന് തോന്നുന്നു എൻ്റെ സിസ്റ്ററിനും എനിക്കും ഒരു സ്ട്രോങ് വർക്ക് എത്തിക് വന്നത് അച്ഛൻ്റെ എക്സ്പോഷറിൽ കൂടെയാണ്. എഴുത്തിനെ കുറിച്ചൊക്കെ മനു പറഞ്ഞു കേട്ടിട്ടുള്ള ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ ഒരു വളരെ ചിട്ടയായ രീതികളുണ്ട്, ഒരു ഓഫീസ് വർക്ക് പോലെ ഇത് കൊണ്ടുപോകുന്ന ഇതുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്നുവെച്ചാൽ ആഫ്റ്റർ ഓൾ യു ആർ എ ഹ്യൂമൻ ബീയിങ്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് അത് ഇത്രയും ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ കഴിയുന്നത്? അഗൈൻ ഐ തിങ്ക് ഇതിന് വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടൊരു ആൻസർ ഇല്ല. ഐ തിങ്ക് വി ഓൾ ഹാവ് ക്യാരക്ടർ ട്രേറ്റ്സ്. എൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ജിമ്മിൽ പോകുന്നത് തന്നെ ആദ്യത്തെ ദിവസം ഭയങ്കര മടിയാണ്. എനിക്ക് പോകണ്ട, ഇറ്റ്സ് നോട്ട് മൈ ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കും. പക്ഷെ പോയി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ടേക്സ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ ജസ്റ്റ് ആദ്യത്തെ ഒരു ലീപ്പ് എടുത്താൽ ദെൻ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡു വാട്ട് എവർ ഐ ഡു ഫെയർലി വെൽ. അങ്ങനെ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ടോപ്പ് ക്ലാസ്, പക്ഷേ ഐ ഡു മൈ ബെസ്റ്റ് ഇൻ ഗെറ്റിംഗ് സംതിങ് ഡൺ. അതൊരു പേഴ്സണാലിറ്റി ട്രേറ്റ് പോലെയാണ്. അപ്പോൾ ആ ഒരു എനർജി വന്നാൽ പിന്നെ ഐ വിൽ ബി ഫോക്കസ്ഡ് കംപ്ലീറ്റ്ലി ഓൺ ഇറ്റ്. പക്ഷേ അതിലേക്ക് വരാൻ ചിലപ്പം കുറച്ച് സമയമെടുക്കും. പിന്നെ ഒരു ഇതുള്ളത്, ഐ തിങ്ക് ഇപ്പോൾ ഒരു ലോങ് ആർക്ക് വെച്ച് നോക്കിയാൽ വി ആർ ഓൾ അൾട്ടിമേറ്റ്ലി കോൺസിക്വൻസസ് ഓഫ് ആർ അപ്ബ്രിങ്ങിങ് ആൻഡ് ആർ ബാക്ക്ഗ്രൗണ്ട്സ്. നമ്മൾ ആരും ഞാൻ ഇങ്ങനെ ആയി വന്നു അല്ലെങ്കിൽ ഞാൻ കോൺഷ്യസ്ലി ഇങ്ങനെ ചൂസ് ചെയ്തെന്നല്ല. നമ്മളെ തന്നെ സബ് കോൺഷ്യസ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എത്രയോ ഫാമിലി കാര്യങ്ങൾ കാണും, ഫാമിലി ഡൈനാമിക്സ് കാണും, നമ്മുടെ തന്നെ പേഴ്സണൽ ഹിസ്റ്ററീസ് കാണും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഐ തിങ്ക് സംവെയർ സബ് കോൺഷ്യസ്ലി എൻ്റെ അച്ഛനൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് വളർന്നത്. അച്ഛൻ ഹീ യൂസ് ടു ടെൽ എസ് സ്റ്റോറീസ് ലേറ്റർ ബിക്കോസ് അച്ഛൻ 1950 ജനിച്ചത്. അച്ഛൻ 40 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. ബൈ ദെൻ ഹി വാസ് സെറ്റിൽഡ്. അപ്പം ഞാൻ ഈ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇൻ ഹിസ് ഏർലി ലൈഫ് ഹി ഹാഡ് എ ലോട്ട് ഓഫ് ട്രബിൾ. അപ്പോൾ അച്ഛൻ എഴുതാനും പോലും വായിക്കാനും ഒന്നും അറിയാത്ത ഒരു കർഷകനായിരുന്നു. ബുദ്ധിമുട്ടിലാണ് വളർന്നത്. അച്ഛൻ ഹാഡ് ടു വർക്ക് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് റൺ ടു സ്കൂൾ, ഓൾ ഓഫ് ദാറ്റ്. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് ദ വെർബോൾ ടു ടീച്ച് യു എനിമോർ, സോ യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. അങ്ങനെ അച്ഛൻ ബാംഗ്ലൂരിൽ പോയി ഏതോ ഒരു ഡിസ്റ്റൻറ്റ് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ കുട്ടികളെ നോക്കുകയും തുണി കഴുകുക അതൊക്കെ ചെയ്തിട്ട് എയർഫോഴ്സിൽ ജോലി കിട്ടിയിട്ടാണ് BA, MA, LLB, MBA ഒക്കെ ചെയ്ത് മുമ്പിലോട്ട് പോയത്. സോ ഐ തിങ്ക് സംവെയർ ഡീപ്പ് ഇൻ സൈഡ് പിന്നെ ഈ കഥകൾ കേൾക്കുമ്പം ഇറ്റ് രജിസ്റ്റേർഡ് ഫോർ മൈ സിസ്റ്റർ ആൻഡ് മീ ബോത്ത് ദാറ്റ് our grandfather was an illiterate man, our father became a highly respected professor in Pune and all of that, and then there's an obligation on us that we can't drop the ball. കാരണം ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം ഞാൻ വളരുമ്പം ഫ്രാങ്ക്ലി there was no reason for complaint. I grew up in perfect comfort. മാത്രമല്ല my mother came from a relatively well-off family. അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. So രണ്ട് സൈഡും we've seen in the family that in my mother's side we'd get cousins that had the best toys, you know, our grandfather used to read books, he used to tell us stories. Appuban mand London പോയതും അവിടെ താമസിച്ചതും അവിടെ കഴിക്കാൻ കിട്ടിയ കാര്യങ്ങളൊക്കെ അതാണ് അവിടുത്തെ കഥ. ഇവിടെ വരുമ്പം ഇറ്റ് യൂസ് ടു ബി എ ഡിഫറെൻറ്റ് കഥ. ബുദ്ധിമുട്ട്, തുണി. ഇപ്പം അച്ഛൻ പറയും, അച്ഛന് 12th എന്തോ പഠിക്കുന്ന സമയത്ത് അച്ഛനോട് ചോദിച്ചു 10 പൈസ വേണം ബസ്സിൽ പോകാൻ, റോഡെ പിടിച്ച് തല്ലിയെന്ന്. കാരണം 10 പൈസ കൊടുക്കാനാണ് ഇല്ല. സോ ഹൗ ഡേ യു അസ്യൂം ദാറ്റ് യു ആർ എൻറ്റൈറ്റിൽ ടു 10 പൈസ എന്നുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടിലാണ് അച്ഛൻ വളർന്നത്. So I think when you see both sides of that equation, somewhere it affects you. അപ്പോൾ അതാന്ന് തോന്നുന്നു എൻ്റെ സിസ്റ്ററിനും എനിക്കും ഒരു സ്ട്രോങ് വർക്ക് എത്തിക് വന്നത് അച്ഛൻ്റെ എക്സ്പോഷറിൽ കൂടെയാണ്. പിന്നെ ആ സ്ലൈറ്റ്ലി റീഡിങ്, റൈറ്റിംഗ്, ആ സ്ലൈറ്റ്ലി മോർ ഇൻ്റലക്ച്വലൈസ് എക്സ്പോഷർ വന്നത് എനിക്ക് തോന്നുന്നു അമ്മയുടെ സൈഡിൽ നിന്നാണ്. സോ അതേ പറഞ്ഞു, വി ആർ നോട്ട് നമ്മളായിട്ട് ആക്റ്റീവ്ലി ചൂസ് ചെയ്യുന്നതല്ല. ലോട്ട് ഓഫ് ആർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കം ഫ്രം ഫാമിലി ഇൻഫ്ലുവൻസസ്, ഓഫൻ വെരി സബ് കോൺഷ്യസ്ലി. അങ്ങനെയാണ് I have to be focused, I have to be able to do this. And I think even now, the proudest thing I can think of is that my grandfather was an illiterate man, but I've managed to do 5 books. I think it's a vindication of all that they suffered at one point of time. Interesting. ഇപ്പോൾ മനുവിൻ്റെ എഴുത്തെല്ലാം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൂടുതലും പാസ്റ്റ് ആണ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, പഠിക്കുക, എഴുതുക. പക്ഷേ മനു വളരെ ഡിഫറെൻ്റായിട്ട് പ്രസൻറ്റിൽ ജീവിക്കാനും ഒക്കെ താല്പര്യം. ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് കോൺഫ്ലിക്റ്റ് അല്ല, അതെല്ലാ മനുഷ്യർക്കും അങ്ങനെയല്ലേ. മുമ്പേ പറഞ്ഞ പോലെ മൈ വർക്ക് ഇസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മൈ ലൈഫ്. അത് രാവിലെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോകും, എല്ലാവരും ഓഫീസിലിരിക്കുന്ന പോലെ അവിടെ ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പം ആ ഒരു റൂട്ടീൻ ഉണ്ടാക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു മേക്ക് ദാറ്റ് ഡിസ്റ്റിങ്ഷൻ. പക്ഷേ പ്രസൻറ്റിലെ ചിലപ്പം
ഈ പാസ്റ്റിലെ വർക്ക് കംസ് ഇൻ ടു ദ പ്രസൻസ്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ഈ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ്, എന്നും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് കാണും. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊന്നും റെസ്പോൺസ് അങ്ങനെ നാച്ചുറലി വരാറില്ല. ബിക്കോസ് ഇഫ് യു റീഡ് എനഫ് ഹിസ്റ്ററി, യു റിയലൈസ് ദാറ്റ് ദീസ് തിങ്സ് ആർ പാറ്റേൺസ് ദാറ്റ് കീപ് റിക്കറിങ്. നത്തിങ് സർപ്രൈസസ് യു എനിമോർ. അപ്പോൾ ഏറ്റവും ഔട്ട്റേജിയസ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും ഞാൻ വിചാരിക്കും, യുനോ we've seen this before എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ദാറ്റ് മേ നോട്ട് ബി ഹെൽത്തി. കാരണം പ്രസൻറ്റിൽ സംടൈംസ് ദാറ്റ് കൻ ജെയ്ഡ് അസ്, ദാറ്റ് കൻ സംടൈംസ് മേക്ക് അസ് എ ബിറ്റ് ഫ്ലാറ്റ് ഔട്ട്. കാരണം ഒരു പ്രസൻറ്റിൽ താല്പര്യം പോകുന്നതും ഇസ് എ ഡേഞ്ചറസ് തിങ്. So avade sometimes I have to remind myself that no, I need to have an opinion on this, or I need to have a stance on this. പക്ഷെ അത് നാച്ചുറലി വരുന്നില്ല, ബിക്കോസ് ഐ തിങ്ക് ഈ കോൺസ്റ്റന്റ് റീഡിങ് ഓഫ് ഹിസ്റ്ററി affects the way you look at the present. പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സസ്, മൈ പേഴ്സണൽ ലൈഫ്, ദ വേ ഐ സ്ട്രക്ചർ മൈ ലൈഫ്, അതിനകത്ത് ഐ ഡോണ്ട് അലൗ ഇറ്റ് ടു ഇൻറ്റർഫിയർ ടു മച്ച്. എൻ്റെ വീട്ടിലെ ഡൈനാമിക് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രോം വാട്ട് യു സീ ഇൻ പബ്ലിക്. നമ്മൾ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാം ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് പ്ലേസ്. അതുപോലെ വീട്ടിലും ഈവൻ നൗ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം മൈ ഫാമിലി പീപ്പിൾ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ബിക്കോസ് ദേ ഹവ് സീൻ മീ ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും ഈ വ്യക്തി അല്ല അവർ കാണുന്നത്, അവർ വേറെ ഒരു ആളെയാണ് കാണുന്നത്. എൻ്റെ റിലേഷൻഷിപ്പ് മൈ ഗ്രാൻഡ് മദർ ഫോർ എക്സാമ്പിൾ ഒരു വളരെ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചിലപ്പോൾ അമ്മൂമ്മയുടെ മുറി രാവിലെ പോകും, ഒരു പ്ലേ ആക്ടിങ് പോലെയാണ്. ഞാൻ അമ്മൂമ്മയോട് പറയും, ദാ ഇന്നേ, അമ്മൂമ്മയ്ക്ക് 88 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പറയും, ദാ ഇന്നേ 1 മണിക്ക് ഒരു പയ്യൻ വരുന്നുണ്ട് പെണ്ണ് കാണാൻ. അപ്പം യുനോ നല്ല കുളിച്ചൊരുങ്ങി ഇരിക്കണം. വീണ പൊട്ടുന്ന പ്രായമാണ്, സത്യമാണ്. 88 വയസ്സ് വീണ പൊട്ടും. അതുകൊണ്ട് സൂക്ഷിച്ച് ഭംഗിയായിട്ട് ഇരിക്കണം. ആൻഡ് ദെൻ അമ്മൂമ്മയും ഈ കാര്യത്തിൽ പുറമോട്ടൊന്നുമല്ല. 1 മണിക്ക് ഫുൾ പിരിയൊക്കെ വരച്ച് ലിപ്സ്റ്റിക്ക് കിട്ട് വന്നിരിക്കും. എന്തിയേ പയ്യൻ എന്തിയെന്ന് പറഞ്ഞ് ചോദിക്കും. പിന്നെ ചിലപ്പം വിരുന്നുകാർ വരുവാന്നേ പറയും, ദാ ഈ വരുന്ന വിരുന്നുകാരില്ലേ ഒരാൾ ഉണ്ട്. എന്നിട്ട് ആ വിരുന്നുകാരുടെ മുമ്പ് വെച്ച് അമ്മൂമ്മ എന്നെ നോക്കി പറയും, കൊള്ളാം, ഇത് കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ അടുത്ത ദിവസം ചോദിക്കും, എന്താ ഒന്നും ആയില്ലേ, കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, ചെറുക്കൻ 50 പവൻ ചോദിച്ചു, ഇന്ന് അതിന് കഴിവില്ല, അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന് പറയും. അപ്പോൾ അമ്മൂമ്മ പറയും, എന്നെ ഇങ്ങനെ സ്വപ്നം കാണിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ. ഫുൾ ഡയലോഗാണ്, ജസ്റ്റ് ടൈം പാസ്സാണ്. ഇതൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത്. അല്ലാതെ വീട്ടിൽ ഞാൻ എപ്പോഴും പഠിപ്പിച്ചതായിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ വളരെ സീരിയസ്ലായിട്ടോ ഒന്നും അല്ല നടക്കുന്നത്. സോ ദ പോയിന്റ് ഈസ്, എല്ലാവർക്കും പല സൈഡ്സ് ഉണ്ട് ടു ദെയർ പേഴ്സണാലിറ്റി. ആൻഡ് ഐ തിങ്ക് വി ജസ്റ്റ് ഹാവ് ടു ലീൻ ഇൻ ടു ഓൾ ഓഫ് ഇറ്റ്. ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് വൺ തിങ് ദറ്റ് ദ വേൾഡ് ടേക്ക് സീരിയസ്ലി. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, വി ഹാവ് ടു സ്റ്റോപ്പ് ടേക്കിംഗ് ആർ സെൽഫ് സീരിയസ്ലി. മനുഷ്യന്മാരുടെ ഈഗോ, ഈ തമ്മിലുള്ള വഴക്ക്, all of that comes because we take ourselves and our opinions too seriously. I think it's good to remind yourselves every now and then not to take yourself seriously and to be a little light-hearted.